നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി പുതിയ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ആദ്യ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെയാണ് ഇന്റർ മയാമി കളിക്കുക. വരുന്ന ശനിയാഴ്ച രാവിലെയാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ ലയണൽ മെസ്സി കളിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വരുന്ന സീസണിലേക്ക് ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന പ്രക്രിയ ഇന്റർ മയാമി തുടരുകയാണ്. ഏറ്റവും പുതുതായി കൊണ്ട് ഒരു അർജന്റീൻ താരത്തെ കൂടി ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നിക്കോളാസ് ഫ്രൈറയെയാണ് മയാമി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹവുമായി ക്ലബ്ബ് അഗ്രിമെന്റിൽ എത്തി എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അവിടെ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ മെക്സിക്കൻ ക്ലബ്ബായ പ്യൂമാസിന്റെ താരമാണ് നിലവിൽ ഫ്രൈറ. 29-കാരനായ താരം ലോൺ അടിസ്ഥാനത്തിലാണ് ഇന്റർ മയാമിയിലേക്കും എത്തുന്നത്. നേരത്തെ ഇദ്ദേഹം അർജന്റീനോസ് ജൂനിയേഴ്സിൽ വെച്ചുകൊണ്ട് അർജന്റീൻ ഇതിഹാസമായ യുവാൻ റോമൻ റിക്വൽമിക്കൊപ്പം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താരത്തിന്റെ വരവ് ഡിഫൻസിന് കൂടുതൽ സഹായകരമാകും. ഇതോടുകൂടി ഇന്റർ മയാമിയിലുള്ള അർജന്റീന താരങ്ങളുടെ എണ്ണം അത് 6 ആയിക്കൊണ്ട് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ലയണൽ മെസ്സിയെ കൂടാതെ ഫക്കുണ്ടോ ഫാരിയാസ്, തോമസ് അവിയസ്, നിക്കോളാസ് സ്റ്റെഫാനലി, ഫ്രാങ്കോ നെഗ്രി എന്നിവരൊക്കെ ഇന്റർ മയാമിയിലുള്ള അർജന്റീന താരങ്ങളാണ്. മെസ്സിയുടെ വരവോടുകൂടി കൂടുതൽ അർജന്റീൻ താരങ്ങളെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇന്റർ മയാമിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.